എംഫ്ലിറ്റ് മീഡിയയിലേക്ക് സ്വാഗതം. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. സരിത എസ് നായരെ പോലുള്ള കോലങ്ങളെ ഇനിയെങ്കിലും നിങ്ങൾ കെട്ടി എഴുന്നള്ളിക്കരുത്. ഒരാപത്ത് ഒഴിഞ്ഞു കിട്ടി അവർ 2 സീറ്റിൽ മത്സരിക്കുമെന്ന ആ ഭീഷണി ഇല്ലാതായി. കാരണം 2 സീറ്റിലും വയനാട്ടിലും രാഹുൽ ഗാന്ധിക്കെതിരെയും എറണാകുളത്ത് ഹൈബി ഈഡനെതിരെയും മത്സരിച്ച് അവരെ തോൽപ്പിച്ച് കളയുമെന്നുള്ള മട്ടിൽ അവർ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയെങ്കിലും മലയാളികളുടെ ഭാഗ്യം കൊണ്ട് നിയമ തടസ്സം കാരണം അത് നടന്നില്ല. പത്രിക തള്ളിപ്പോയി. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കടന്നു. അത് കഴിഞ്ഞിട്ട് ആ ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോയിരിക്കുന്നു. അപ്പീൽ പോയിട്ടും കോടതി ആ ശിക്ഷ റദ്ദാക്കാതിരുന്നത് കൊണ്ട് നിയമപരമായി അവരിപ്പോഴും തടവുകാരി ആണെന്നുള്ള ആ സാങ്കേതികമായ നിയമപരമായ വശം കണക്കിലെടുത്താണ് പത്രിക തള്ളിപ്പോയത്. അപ്പോൾ അവർ വേറൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ആ ഭീഷണി എന്ന് പറയുന്നത് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും പോയി UDF-നെതിരെ പ്രചരണം നടത്തുമെന്നാണ് അവർ പറയുന്നത്. UDF-നെതിരെ അവർ പ്രചരണം നടത്തുമ്പോൾ അത് LDF-ന് വേണ്ടി ആയിരിക്കണമല്ലോ, അല്ല BJP-കാർക്ക് വേണ്ടി ആയിരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരത് പറയുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും LDF-ന് വേണ്ടി ഉള്ള പ്രചരണത്തിനുള്ള ഒരു പടക്കുതിരയായി താൻ മാറാൻ പോവുകയാണ്. 20 മണ്ഡലങ്ങളിലും താൻ പോയി പ്രചരണം നടത്തി UDF-നെ തോൽപ്പിച്ചു കളയും എന്നുള്ള ഒരു മട്ടിലാണ് അവർ അടുത്തിടെയായിട്ട് പറഞ്ഞു നടക്കുന്നത്. അവരവരുടെ സ്വന്തം നിലയിലായിരിക്കാം ഒരുപക്ഷെ ഇത് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ ഇടതുപക്ഷക്കാരുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ ഇറക്കി വിട്ടിരിക്കുന്നതാണ് എന്നൊരു ആക്ഷേപം പടർന്നാൽ അത് നമുക്ക് ചെറുക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ആവശ്യം വാസ്തവത്തിൽ ഇപ്പോൾ ഇല്ല. സരിത എസ് നായരെ പോലുള്ളവരുടെ പ്രചാരണം കൊണ്ട് വോട്ട് നേടേണ്ട ഒരു ഗതികേടിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എത്തിയിട്ടില്ല. അങ്ങനെ എത്തുന്നൊരു കാലത്ത് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചോളൂ. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമായി UDF-നെയും BJP-യെയും നേരിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സരിത എസ് നായരെ പോലുള്ള ഒരു സ്ത്രീയുടെ വക്കാലത്തോ അല്ലെങ്കിൽ അവരെ ഇറങ്ങി വോട്ട് പിടിച്ച് വോട്ട് പെട്ടി നിറയ്ക്കുക എന്നുള്ളൊരു ദയനീയ അവസ്ഥ വന്നിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. അതുകൊണ്ട് ഇവരെ തടയുകയാണ് വേണ്ടത്. അവരെ സ്വമേധയായി ഇറങ്ങിയാൽ പോലും ആളുകൾ കരുതുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറക്കി വിട്ടിരിക്കുകയാണെന്നാണ്. അവർക്ക് വലിയ വിലയൊന്നുമില്ല, നമുക്കറിയാമല്ലോ. നമുക്ക് വലിയ വിലയൊന്നുമില്ല. കാരണം രാഷ്ട്രീയക്കാരെ വലവീശി പിടിക്കുന്ന, സ്വന്തം ശരീരം കാണിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെ വലവീശി പിടിച്ച് സ്വന്തം വ്യവസായ സാമ്രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, എത്രയോ കേസുകൾ കണ്ടതാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത പല കേസുകളും അങ്ങനെയാണല്ലോ. സ്ത്രീ പീഡനം എന്നുള്ള മട്ടിലാണല്ലോ പല കേസുകളും അവർ കൊടുത്ത കേസുകൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അതൊക്കെ അതിൻ്റെ ശരിതെറ്റുകളിലേക്കല്ല കിടക്കുന്നത്. പക്ഷേ ധാർമ്മികതയുടെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉയർന്നു വന്ന ആ രാഷ്ട്രീയത്തെയും അതുമായി ചേർന്ന് നിന്ന MLA-മാരെയും MP-മാരെയും ആ കാലത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം വലവീശി പിടിക്കുകയും അവരെല്ലാം ഒന്നൊന്നായി ആ ട്രാപ്പിലേക്ക് പോയി വീഴുകയും ചെയ്തതാണ്. നമ്മൾ ഇടതുമുന്നണി നേതാക്കളെ ഒന്നും ആ ട്രാപ്പിൽ പെടുത്താൻ അവർക്ക് അവസരം കിട്ടാഞ്ഞിട്ടാണ്. അവസരം കിട്ടിയിരുന്നെങ്കിൽ അവർ അതും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇതുപോലുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ ഇതുപോലെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരുടെ ട്രാപ്പിൽ പോയി വീഴാൻ പാടില്ല പുതിയ നമ്മളെ ഇടതുപക്ഷ നേതാക്കൾ.